ഇത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ 10 ഏക്കർ സ്ഥലം ഇതിൽ പെട്ടിട്ടുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. മൊത്തത്തില് ബാക്കില് ഫുള്ള് കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഏത് പാറ? ഇതാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്ന എന്താണ് ഇതിന്റെ ഒരു ചരിത്രം? ഇതിന് പേര് പറയാനുള്ള കാരണം എന്താ അറിയോ? വളരെ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ എന്ന് പേരുള്ള ഒരാൾ വന്ന് താമസിച്ച് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. വളരെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെയാണ് ഈ കോട്ടേജൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലൊരു കോട്ടേജ് വാഗമണ്ണിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. തടിയും കൊണ്ട് മാത്രം പണിത കോട്ടേജുകളാണ് എല്ലാം തന്നെ. അപ്പൊ പാറയുടെ മേലൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ടല്ലേ? പാറയുടെ അതെ അതെ അതെ. നമുക്ക് പാറയ്ക്ക് ഒരു എത്ര ഹൈറ്റ് കാണും? എത്ര അടി കാണും? ഒരു 100-500 അടി ഉയർച്ച കാണുകയല്ലേ പാറയ്ക്ക്? അതെന്തായാലും കാണുമല്ലോ. 1 2 3 പോരാ പവർ വരട്ടെ. അതിന് മേലെ പാറയുടെ മേലെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അല്ലേ? അതെ. ഇത് അപ്പുറത്ത് കൂടെ മറ്റേ പള്ളിയുടെ അതിന് കേറിട്ട് വരുന്നുണ്ട്. വാഗമണ്ണി വരുന്നവരൊന്നും തങ്ങൾപ്പാറ എന്ന സ്ഥലത്ത് പോകാതെ ഇരിക്കുകയില്ല. അതെ അല്ലെ? അത് ചെറിയ അത്യാവശ്യ ഭക്ഷണമൊക്കെ നമുക്ക് പാചകം ചെയ്യാൻ കിച്ചണാണേ. ഇത് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ്. പിന്നെ ഇത് അടുത്തൊരു കോട്ടേജ് ആണ്. ഇത് കറക്റ്റ് ആ നാച്ചുറാലിറ്റി നിലനിർത്താൻ വേണ്ടി പുല്ല് പോലും പറിച്ചിട്ടില്ല മേലത്തെ. അതെ 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 അതെ. ഇത് താഴത്ത് എന്താ പറയണം, തൊട്ട് താഴെ പുഴയാകട്ടോ. ഇതിന് താഴത്ത് ചെറിയ 4 ലേക്കുകളുണ്ട് താഴെ. പിന്നെ ഇത് വേറൊരു കോട്ടേജ് ആണ്, നല്ല സെറ്റപ്പ് ആയിട്ട്. അതായത് സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും വരാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. എല്ലാവിധ നമ്മുടെ ചേട്ടൻ എല്ലാവിധ സെക്യൂരിറ്റിയും ഇവിടെ ഉറപ്പുവരുത്തും. ഭക്ഷണം കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയിട്ട്. ഇവിടുന്ന് ടൗണിലേക്ക് എത്ര കിലോമീറ്ററാ? 3.5 കിലോമീറ്റർ ഉണ്ട്. 3.5 കിലോമീറ്റർ ഉള്ളു. പക്ഷെ നല്ല ബ്ലോക്ക് കാരണം അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ടൗണിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളിയെടുത്ത് നമ്മൾ എന്ത് ഭക്ഷണം സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി പോയിട്ട് അത് നമുക്ക് കൊണ്ടുവന്ന് തരും. അത്ര ഒരു സഹകരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തൊരു ചേട്ടനാണ്. ഇതിന് താഴെ ഇപ്പോ കുളിക്കണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ നീന്തി കുളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു സെറ്റപ്പ് താഴത്തുണ്ട്. ഇത് നല്ല കല്ലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ ഒരു വഴി ഒരുക്കിയേക്കാണ്. ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ മൃഗങ്ങളുടെ ശല്യങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം കൃഷി സ്ഥലങ്ങളല്ലേ. ശല്യങ്ങളൊന്നും ഇല്ല. ഏത് സമയത്ത് വരാനും പോകാനും ഒന്നും ബുദ്ധിമുട്ടും പ്രയാസവുമില്ല. ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് ആയതുകൊണ്ടേ നമുക്ക് മറ്റ് വാഹന ശല്യങ്ങളൊന്നും, ആളുകളെ തിരക്കൊന്നും അനുഭവപ്പെടുകയല്ലാത്ത സ്വസ്ഥമായി ഇരിക്കാം അല്ലെങ്കിൽ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണിൽ റേഞ്ച് ഇല്ല. അതുകൊണ്ട് സമാധാനമായിട്ട് ഫുള്ളായിട്ട് ഇരിക്കാം. അതായത് വേറെ കംപ്ലീറ്റ് കാറിൽ അവസാനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ആളുകൾക്ക് ഇതൊന്നും അങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പെട്ട സ്ഥലമല്ലേ ഇത്? നമുക്ക് ഒരു പ്രത്യേകമായ കൃഷി എന്ന് പറഞ്ഞാൽ ഏലം പ്ലാന്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ കെട്ടിത്തിരിച്ചിരിക്കുന്നത്.